السلام عليكم ورحمة الله وبركاته. الحمد لله رب العالمين، والصلاة والسلام على سيد المرسلين وعلى آله وصحبه أجمعين، أما بعد. فأعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. وإنك لعلى خلق عظيم. صدق الله مولانا العظيم. صدق وبلغ رسوله النبي الكريم، ونحن على ذلك من الشاهدين الشاكرين، والحمد لله رب العالمين. أكرم بخلق نبي زانه خلقه، بالحسن مشتمل بالبشر متسم، كالزهر في ترف والبدر في شرف، والبحر في كرم والدهر في همم. مولاي صل وسلم دائما أبدا على حبيبك خير الخلق كلهم. محمد ذكره روح لأنفسنا، محمد شكره فرض على الأمم. محمد زينة الدنيا وبهجتها، محمد كاشف الغمات والظلم. اللهم صل وسلم وبارك عليه. സ്നേഹ ബഹുമാനങ്ങൾ നിറഞ്ഞ സഹോദരങ്ങളെ സഹോദരിമാരെ, അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ ഈ ഇജ്തിമാഅ് നമ്മിൽ നിന്ന് ഖബൂൽ ചെയ്യുമാറാകട്ടെ. അഷ്റഫുൽ ഖൽഖ് മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പൊരുത്തം ലഭിക്കാൻ ഉതകുന്ന ഒരു സദസ്സായി അല്ലാഹു ഖബൂൽ ചെയ്യുമാറാകട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. സുദീർഘമായി സംസാരിക്കുന്നില്ല, സ്വൽപ്പം ചില കാര്യങ്ങൾ അഷ്റഫുൽ ഖസ്ഈദയുടെ കൂട്ടത്തിൽ വളരെ പ്രധാനപ്പെട്ട ഒരു ഖസ്ഈദയാണ് അൽ ഖസ്ഈദത്തുൽ
محمد ذكره روح لأنفسنا محمد شكره فرض على الأمم സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ പറയുക, തങ്ങളെ വാഴ്ത്തുക എന്നുള്ളത് നമ്മുടെ ശരീരത്തിന്റെ ആത്മാവാണ്. അതില്ലെങ്കിൽ ആത്മാവില്ലാത്ത പേടകം മാത്രമാണ്. അപ്പൊ ശരീരത്തിന്റെ ആത്മാവ് ദേഹി, അത് നബി തങ്ങളെ സ്മരിക്കലാണ്. മുഹമ്മദുൻ ശുക്റുഹു ഫർളുൻ അലൽ ഉമമി. നബി തങ്ങളാകുന്ന ഏറ്റവും വലിയ അനുഗ്രഹമുണ്ടല്ലോ, അല്ലാഹു സുബ്ഹാനഹു വ തആല സൃഷ്ടികളായ നമുക്ക് ചൊരിഞ്ഞ അസംഖ്യം അനുഗ്രഹങ്ങളില്ലേ, അതിൽ ഏറ്റവും മുഖ്യമായ അനുഗ്രഹം ബുറൂസു നബിയിനാ മുഹമ്മദിൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ. നബി തങ്ങളെ ഉദയമാണ്, നബി തങ്ങളെ ജനനമാണ്, നബി തങ്ങളെ ജന്മമാണ്. അതിന് ശുക്ർ ചെയ്യലോ ഫർളുൻ അലൽ ഉമമി, അത് സമുദായത്തിന്റെ മേൽ ബാധ്യതയാണ്. അപ്പൊ നബി തങ്ങളെ പറയുക, ആത്മാവിനെ ശുദ്ധീകരിക്കാനുള്ള ഏറ്റവും വലിയ വഴിയാണ്. നബി തങ്ങൾക്ക് ശുക്ർ ചെയ്യലോ അത് ഉമ്മത്തിന് നിർബന്ധ ബാധ്യതയാണ്. ആ ശുക്ർ എങ്ങനെയാണ് നിർവഹിക്കല്? അവിടത്തെ മദ്ഹ് പറയുക, കേൾക്കുക, ആ പറയുന്നവർക്ക് സമ്മാനം നൽകുക, അതിന് വേദിയൊരുക്കുക. മുഹമ്മദുൻ സീനതു ദുനിയാ വ ബഹ്ജതുഹാ മുഹമ്മദുൻ കാശിഫുൽ ഗുമ്മാതി വൽദുലമി. നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ഈ ദുനിയാവിന്റെ പ്രഭയാണ്, അലങ്കാരമാണ്, അതിന്റെ പ്രകാശമാണ്. സർവവേദനകളെയും സർവ പ്രയാസങ്ങളെയും സർവ ദുഃഖങ്ങളെയും നീക്കിക്കളയുന്നയാളാണ്. അതല്ലേ ഒരു പ്രയാസം വരുമ്പോ നമ്മളെ ചുണ്ടിൽ വിരിയുന്നു യാ റസൂലല്ലാഹ്. ഒരു വേദന വരുമ്പോ ഹൃദയം നടുക്കിക്കളയുന്ന വേദനിപ്പിക്കുന്ന പ്രയാസങ്ങൾ വരുമ്പോ നമ്മൾ വിളിക്കുന്നു യാ നബിയല്ലാഹ്, യാ റസൂലല്ലാഹ്. ഇമാം ബൂസൈരി റളിയല്ലാഹു അൻഹു പറയുന്നത്, നബി തങ്ങളെ പറയുന്നത് ആത്മാവിനെ ശുദ്ധീകരിക്കാനുള്ള വഴിയാണ്. അതാണ് നമ്മൾ ഇവിടെ ഇടതടവില്ലാതെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്, പാടിക്കൊണ്ടിരിക്കുന്നത്. ഇന്നലെ ഞാൻ ഇവിടെ പറഞ്ഞു, നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ സ്നേഹിക്കൽ നിർബന്ധമാണ്. സ്നേഹിച്ചാൽ മാത്രം പോരാ, എല്ലാവരെക്കാളും സ്നേഹിക്കണം. നബി തങ്ങളെക്കാൾ പ്രിയപ്പെട്ട ഒരാളുണ്ടാകാൻ പാടില്ല. അത് കാമുകനായാലും കാമുകിയായാലും എന്തു മഹബ്ബായാലും തങ്ങളെക്കാൾ വലിയ ഒരാൾ ഇവിടെ ഇല്ല. ഒരാളോട് സ്നേഹം തോന്നാനുള്ള നിമിത്തങ്ങൾ മൂന്നെണ്ണമാണ് പ്രധാനമായും. ഒന്ന് ശാരീരികമായ സൗന്ദര്യമാണ്, അത് ഞാൻ ഇന്നലെ വിശദീകരിച്ചിട്ടുണ്ട് ചെറിയ രീതിയിൽ. മറ്റൊന്ന് കമാലുഹു, ആന്തരികമായ മികവുകളാണ്, സുന്ദരമായ സ്വഭാവങ്ങളാണ്. ഒരാളെ കൽബിൽ നമുക്ക് ഇടം തേടിത്തരുന്ന കാര്യങ്ങൾ ഉമർ ഇബ്നുൽ ഖത്താബ് തങ്ങളെ മൊഴിയാണെന്ന് തോന്നുന്നു, ഞാൻ കണ്ടിട്ടുണ്ട്. 3 കാര്യങ്ങൾ നിന്റെ സഹോദരന്റെ ഹൃദയത്തിൽ നിനക്ക് സവിശേഷമായ ഇടം സമ്പാദിച്ചു തരുന്നതാണ്. 3 കാര്യങ്ങൾ ചെയ്താൽ ഒരാളെ ഇഷ്ടം സമ്പാദിക്കാൻ കഴിയും. ഒരാളെ സ്നേഹം പിടിച്ചു പറ്റാൻ 3 കാര്യങ്ങൾ പ്രധാനമായി. ഒന്ന്, അയാളെ കണ്ടാൽ ആദ്യമായി അങ്ങോട്ട് സലാം പറയുക, അങ്ങോട്ട് സലാം പറഞ്ഞു തുടങ്ങുക. സലാം പറഞ്ഞു തുടങ്ങുന്നയാൾ ബരീഉം മിനൽ കിബിരി എന്നല്ലേ, അഹങ്കാരത്തിൽ നിന്ന് മുക്തനാണെന്ന് അഷ്റഫുൽ ഖൽഖ് മുഹമ്മദുർ റസൂലുള്ളാഹി നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സ്വഭാവം യബ്തുറു മൻ ലഖിയഹു ബിസ്സലാം.
കണ്ടുമുട്ടിയവരോട് അങ്ങോട്ട് സലാം പറയും. സലാം പറയൽ സുന്നത്താണ്, മടക്കൽ നിർബന്ധമാണ്. അഷ്റഫുൽ ഖൽഖ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ കണ്ടുമുട്ടിയ ആളുകളോട് അങ്ങോട്ട് സലാം പറയുകയാണ്. അപ്പൊ ഒരാളോട് സലാം പറഞ്ഞാൽ അത് അയാളെ ഇഷ്ടം നേടിത്തരുന്ന ഒന്നാണ്. മറ്റൊന്നെന്താണെന്നറിയുമോ? അയാൾക്ക് ഏറ്റവും പിരിശമുള്ള ഇഷ്ടമുള്ള പേര് ചൊല്ലി വിളിക്കുക. ഒരാൾ അയാളെ സംബോധന ചെയ്യാൻ ആഗ്രഹിക്കുന്ന പേരുണ്ടാകും, ഓമന പേര്. ആ പേര് ചൊല്ലി വിളിച്ചാൽ അയാളെ ഹൃദയത്തിൽ നമ്മോട് താല്പര്യം ജനിക്കും, സ്നേഹമുണ്ടാകും. മറ്റൊന്ന്, മൂന്നാമത്തെ ഒരു കാര്യം, സദസ്സിൽ അയാൾക്ക് ഇടമൊരുക്കി കൊടുക്കുക. ജനങ്ങളൊക്കെ ഇങ്ങനെ തിങ്ങിയിരിക്കുന്ന സമയത്ത് ഒരാൾ വന്നാൽ അയാളെ വിളിച്ച് അവിടെ ഇരിക്കാനുള്ള അവസരമുണ്ടാക്കി കൊടുക്കുക. ഈ 3 കാര്യങ്ങൾ ചെയ്താൽ ഒരാളെ ഖൽബിൽ നമ്മോട് സ്നേഹം ജനിക്കും എന്ന് സ്വഹാബികളിൽ പലരും പറഞ്ഞതു കാണാം. അപ്പൊ ഒരാളെ മനസ്സിൽ ഇഷ്ടം സമ്പാദിക്കാനുള്ള ഒരു കാര്യം അത് കമാലുഹു, സ്വഭാവ ഗുണങ്ങളാണ്, ആന്തരികമായ മികവുകളാണ്. അഷ്റഫുൽ ഖൽഖ് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ അകിരിം ബി ഖൽഖി നബി ഇൻസാനഹു ഖുലുഖു ബിൽ ഹുസ്നി മുസ്തമിലിൻ ബിൽ ബിശ്രി മുത്തസിമി. ഇമാം ബൂസീരി റളിയല്ലാഹു അൻഹു അകിരിം ബി ഖൽഖി നബിയിൻ, നബി തങ്ങളുടെ ആ ശാരീരിക സൗന്ദര്യം എന്തൊരു മഹത്തരമായ, എന്തൊരു ബഹുമാന്യമാണ്, എങ്ങനെയുള്ള സൃഷ്ടിപ്പാണ്. അതിന് സ്വഭാവം തിലകം ചാർത്തിയിരിക്കുന്നു, സ്വഭാവം അഴക് കൂട്ടിയിരിക്കും. ഞാൻ ഇന്നലെ പറഞ്ഞ പോലെ ചില ആളുകളെ കാണാൻ നല്ല ഭംഗിയുണ്ടാവും, അവരുടെ സ്വഭാവം മഹാമോശമായിരിക്കും. പണ്ടൊരാൾ പറഞ്ഞില്ലേ, മൂത്രത്തിന്റെ നിറവും മൂത്രത്തിന്റെ വർണ്ണവും പലപ്പോഴും വെള്ളയാണ് എന്ന് വെച്ച് കുടിക്കാൻ കൊള്ളില്ല. ഇതേപോലെ ചില ആളുകളെ കാണാൻ നല്ല ഭംഗിയായിരിക്കും, സ്വഭാവം മഹാ വെടക്കായിരിക്കും. അഷ്റഫുൽ ഖൽഖ് മുഹമ്മദുർ റസൂലുള്ളാഹി അവിടുത്തെ ആ ശാരീരിക സൗന്ദര്യത്തിന് വളരെ ഭംഗി കൂട്ടുന്നു, അഴക് വർദ്ധിപ്പിക്കുന്നു. ഖുലുഖുൻ, അവിടുത്തെ മഹത്തായ സ്വഭാവം ചില്ലറ സ്വഭാവമാണോ? അല്ല. ബിൽ ഹുസ്നി മുസ്തമിലിൻ ബിൽ ബിശ്രി മുത്തസിമി, സദാ പുഞ്ചിരി കളിയാടുന്ന മുഖമാണ്. ഒരു 100 ആളുകൾ ഇങ്ങനെ കൂടി നിൽക്കുമ്പോ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ തിരിച്ചറിയാനുള്ള അടയാളമെന്താണ്? സദാ സമയത്തും ആ ചുണ്ടിൽ പുഞ്ചിരി കാണാം. ആ മഹത്തായ സ്വഭാവത്തെ കുറിച്ച് വിശുദ്ധ ഖുർആൻ സൂറത്തുൽ ഖലമിലൂടെ പറഞ്ഞില്ലേ, വഇന്നക ലഅലാ ഖുലുഖിൻ അളീം. യാ റസൂലല്ലാഹ്, യാ നബിയല്ലാഹ്, തങ്ങൾ അതിമഹത്തായ സ്വഭാവത്തിന്റെ മേലിലാണ്. ഇത് ഖുർആനിന്റെ പ്രഖ്യാപനമാണ്. ആർക്കെങ്കിലും ആരെയെങ്കിലും സ്വാധീനിച്ചു പറയിപ്പിച്ചതല്ല, സൃഷ്ടാവായ റബ്ബിന്റെ പ്രഖ്യാപനമാണ്, വാഴ്ത്തലാണ്. വഇന്നക ലഅലാ ഖുലുഖിൻ അളീം, തങ്ങൾ അതിമഹത്തായ സ്വഭാവത്തിന്റെ മേലിലാണ്. മാദാ യഖൂലുൽ മാദിഹൂന വമദ്ഹുകും ഹഖ്ഖൻ ബിഹി നതഖൽ കിതാബുൽ മുഹ്കമൂ. തങ്ങളെപ്പറ്റി സ്തുതിപാഠകർ എന്തു പറയാനാണ്? എന്തു പറഞ്ഞാലും, ആരെന്തു പാടിയാലും, ആരെന്തു എഴുതിയാലും, ആരെന്തു കുറിച്ചാലും അതൊക്കെ കുറവാണ്. ഖുർആനല്ലേ തങ്ങളെ സുന്ദരമായി മദ്ഹ് ചെയ്തത്. വഇന്നക ലഅലാ ഖുലുഖിൻ അളീം, തങ്ങൾ അതിമഹത്തായ സ്വഭാവത്തിന്റെ മേലിലാണ്. ഖുർആന്റെ സർട്ടിഫിക്കറ്റ് ആണ്. നോക്കൂ, നിങ്ങൾ ആ സ്വഭാവത്തിന് അല്ലാഹു സുബ്ഹാനഹു വ തആല വിശേഷണം പറഞ്ഞത് അളീം എന്നാണ്, അതിമഹത്തായ സ്വഭാവം. എന്തുകൊണ്ടാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സ്വഭാവത്തെ അളീം എന്ന് ഖുർആൻ വിശേഷിപ്പിച്ചത്?
നബി സ്വല്ലല്ലാഹു അലൈഹി ആ കുട്ടികളൊക്കെ മിണ്ടാതിരിക്കണം. കുട്ടികൾ ശബ്ദം ഉണ്ടാക്കരുത്. നമ്മൾ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മദ്ഹാണ് പറയുന്നത്. ശ്രദ്ധിച്ചു കേട്ടാൽ തങ്ങളുമായി ബന്ധപ്പെട്ട ധാരാളം കാര്യങ്ങൾ നിങ്ങൾക്ക് പഠിക്കാം. തങ്ങളെ പൊരുത്തം വേണ്ടുവോളം സമ്പാദിക്കാൻ ഉതകുന്ന ഒരു സദസ്സാണ്. അപ്പൊ അത് സംസാരിച്ച് അങ്ങോട്ട് നോക്കി ഇങ്ങോട്ട് നോക്കി സദസ്സ് അലങ്കോലപ്പെടുന്ന ഒരു രീതി ഉണ്ടാകരുത്. ഇത് ശ്രദ്ധിക്കുക. മാതാപിതാക്കൾ അത് ശ്രദ്ധിക്കണം. ഒരു കാപ്പി കുടിച്ച് കുട്ടികളെ മേയാൻ വിട്ടാൽ അവരിവിടെ ആകെ ഖറാബാക്കി കളയും. അത് ശ്രദ്ധിക്കണം. അപ്പൊ ഖുർആൻ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സ്വഭാവത്തെ വ ഇന്നക ലഅലാ ഖുലുഖിൻ എന്ന് പറഞ്ഞു പിന്നെ അളീം എന്ന് പറഞ്ഞാൽ എന്തുകൊണ്ടാണ് നബി തങ്ങളുടെ സ്വഭാവത്തിന് അല്ലാഹു സുബ്ഹാനഹു വ തആല അതിമഹത്തായ അളീമായ സ്വഭാവം എന്ന് പറഞ്ഞത്? ഇമാം റാസി റളിയല്ലാഹു അൻഹു എഴുതുകയാണ്. ഇമാം ഇസ്മാഈലുൽ ഹിഖി റഹിമഹുല്ലാഹ് എഴുതുകയാണ്. അതെന്തുകൊണ്ടാണെന്ന് അറിയുമോ? നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സ്വഭാവം എന്ന് പറഞ്ഞാൽ പൂർവികരായ അമ്പിയാക്കൾ ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം, നൂഹ് നബി അലൈഹി സ്വലാത്തു വസ്സലാം, അയ്യൂബ് നബി അലൈഹി സ്വലാത്തു വസ്സലാം, യഅഖൂബ് നബി അലൈഹി സ്വലാത്തു വസ്സലാം, ഇങ്ങനെ ധാരാളം പ്രവാചകന്മാരുണ്ട്. ആ പ്രവാചകന്മാരിലൊക്കെ ചിതറിക്കിടന്നിരുന്ന ആ ഉന്നതമായ സ്വഭാവങ്ങളെല്ലാം അഷ്റഫുൽ ഖൽഖ് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് സമാഹരിച്ചു നൽകപ്പെട്ടു എന്നാണ് പറയുന്നത്. പൂർവികരായ പ്രവാചകന്മാരിൽ ഓരോരുത്തരിലും പ്രകടമായി നിന്നിരുന്ന ചില സ്വഭാവങ്ങൾ ഉണ്ടായിരുന്നു. ഇമാം ഇസ്മാഈലുൽ ഹിഖി അൽ ബറൂസവി റഹിമഹുല്ലാഹ് എഴുതുകയാണ്, നൂഹ് നബി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ ജീവിതം പരിശോധിച്ചാൽ വലിയ ശുക്റുള്ള നന്ദിയുള്ള ജീവിതമായിരുന്നു. മഹാനവറുകളിൽ പ്രകടമായി കണ്ടിരുന്ന സ്വഭാവം അത് ശുക്റായിരുന്നു. മൂസാ നബി അലൈഹി സ്വലാമിന്റെ ഇഖ്ലാസാണ്. ഇസ്മാഈൽ നബി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെയോ വാഗ്ദത്ത പൂർത്തീകരണം. യഅഖൂബ് നബിക്ക് ക്ഷമ. സുലൈമാൻ നബി അലൈഹി സ്വലാത്തു വസ്സലാമിന് വിനയം. ഇങ്ങനെ ചില സ്വഭാവങ്ങൾ ഓരോ നബിമാരിലും മികച്ചു നിന്നിരുന്നു. മറ്റു സ്വഭാവങ്ങൾക്ക് ഉപരിയായി മികച്ചു നിന്നിരുന്നു. ഈ സ്വഭാവങ്ങളെല്ലാം പൂർണ്ണമായ രീതിയിൽ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് ഒരുമിച്ച് നൽകപ്പെട്ടു. ലികുല്ലി നബിയിൻ ഫിൽ അനാമി ഫളീലതു വജുംലതുഹാ മജ്മുഅത്തുൻ ലിമുഹമ്മദി. ഓരോ നബിക്കും പ്രത്യേകമായ ഓരോ മഹത്വങ്ങളുണ്ട്. അതെല്ലാം നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് പൂർണ്ണമായി നൽകപ്പെട്ട മണൽത്തരികൾ മുഴുക്കയെടുക്കുക. ലോകത്ത് എത്ര മണൽത്തരി ഉണ്ടാവും? അതൊക്കെ കൂടി എണ്ണി തിട്ടപ്പെടുത്താൻ കഴിയോ? എന്ന് റഷീദുൽ ബഗ്ദാദി മറ്റൊരു കാവ്യമായ ഖസീദത്തുൽ വിത്രിയിൽ പറഞ്ഞിട്ടുണ്ട്. ആരാണ് ഇവിടെ മണൽത്തരികളെ എണ്ണി എണ്ണി തിട്ടപ്പെടുത്താൻ നിൽക്കുക? 1 2 3 4 അവന് വട്ടാന്നല്ലേ പറയൂ? ഒരിക്കലും കഴിയില്ല. അപ്പൊ ലോകത്തുള്ള മണൽത്തരികൾ മുഴുക്കയെടുത്താൽ ഇവിടെ ദുനിയാവിന്റെ ആദി മുതൽ അവസാനം വരെ വരാനിരിക്കുന്ന ജനങ്ങൾക്കൊക്കെ നൽകിയത് ഈ ദുനിയാവിലെ മണൽത്തരിയിൽ നിന്ന് ഒറ്റ തരി മാത്രമാണ്. ബാക്കി അത്രയും ബുദ്ധി അഷ്റഫുൽ ഖൽഖിന് മാത്രം അവകാശപ്പെട്ടതാണ്. ബുദ്ധിയെ 100 ഭാഗിച്ചാൽ 99 ഭാഗവും നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്കാണ്. ഒറ്റ ഭാഗം, ഒരു ജുസ് മാത്രം ലോകത്തിന്റെ ആദി മുതൽ അവസാനം വരെയുള്ള ആളുകൾക്കൊക്കെ അതങ്ങനെ വിതരണം ചെയ്തിരിക്കുകയാണ്. അപ്പൊ ഇത്രയും ഉന്നതമായ സ്വഭാവത്തിന്റെ ഉടമയായി നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മാറാനുള്ള കാരണം അവിടുത്തെ ബുദ്ധി കൂർമ്മതയാണ്. വിശദീകരിക്കാൻ ഇപ്പൊ സമയമില്ല. ഇമാമുകൾ പറയുന്നു, നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുത്തെ സ്വഭാവത്തെ കുറിച്ച് പറഞ്ഞാൽ എല്ലാവർക്കും മാതൃകയുണ്ട്. നേതാക്കന്മാർക്ക് മാതൃകയുണ്ട്, ഭർത്താക്കന്മാർക്ക് മാതൃകയുണ്ട്, അധ്യാപകർക്ക് മാതൃകയുണ്ട്. എല്ലാവർക്കും ലഖദ് കാന ലക്കും ഫീ റസൂലില്ലാഹി ഉസ്വത്തുൻ ഹസന. സൂറത്തുൽ അഹ്സാബിലൂടെ
അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നു, തീർച്ചയായും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളിൽ നിങ്ങൾക്ക് ഏറ്റവും നല്ല മാതൃകയുണ്ട്. അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ സ്നേഹിക്കണം. ആ സ്നേഹത്തിന് ധാരാളം അടയാളങ്ങളുണ്ട്. കഴിഞ്ഞ വെള്ളിയാഴ്ച ഞാൻ പള്ളിയിൽ സംസാരിച്ചിരുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ സ്നേഹിക്കുന്നു നമ്മളൊക്കെ പറയാ. സാധാരണ എന്ത് പറയുമ്പോഴും ആദ്യം അടിക്കുന്ന ഡയലോഗ് എന്താ? അല്ലാഹുവും അവന്റെ റസൂലും കഴിഞ്ഞാൽ പിന്നെ എന്നാ പറയാ. അത് വെറും വാദം മാത്രമാണ്. അല്ലാഹുവിനെ സ്നേഹിക്കുന്നതിന്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ സ്നേഹിക്കുന്നതിന് ധാരാളം അടയാളങ്ങളുണ്ട്. അതിപ്പോ വിശദീകരിക്കാൻ സമയമല്ല. അതൊക്കെ ഉൾപ്പെടുത്തി വിനീതനായ ഞാൻ ഒരു കിതാബ് എഴുതിക്കൊണ്ടിരിക്കുന്നുണ്ട്. അതൊക്കെ പൂർത്തീകരിക്കാൻ നിങ്ങൾ എല്ലാവരും ദുആ ചെയ്യണം. അത് നാളെ ഇവിടെ വെച്ച് പ്രകാശനം ചെയ്യണമെന്ന് കരുതിയതാ, എഴുതി പൂർത്തിയായിട്ടില്ല. നബി തങ്ങളുടെ മഹബത്തുമായി ബന്ധപ്പെട്ട് മാത്രം ഒരു കിതാബ്, ഒരുപാട് വിഷയങ്ങളുണ്ട്. അതിൽ ഈ സ്നേഹത്തിന്റെ അടയാളങ്ങളൊക്കെ ധാരാളം കിതാബുകൾ നോക്കി പരതി ഞാൻ എഴുതിയിട്ടുണ്ട്. ആദ്യ അടയാളം ഉദാഹരണം പറഞ്ഞാൽ പനിയാണ്. പനി എന്നല്ലേ ഈ നാട്ടിൽ പറയാ? പനി എന്നല്ലേ പറയാ? പനിക്ക് പനി എന്നല്ലേ പറയാ? തണുപ്പ് പറഞ്ഞാൽ എന്താ? അത് ചോദിക്കാനുള്ള കാരണം എന്താന്ന് വെച്ചാൽ എൻ്റെ ദർസിലെ കുട്ടികളെ ഗ്രൂപ്പുണ്ട്, സ്കൂളിലെ ഗ്രൂപ്പ്. അപ്പൊ അതിൽ ഓരോ കുട്ടികൾ ലീവാകുമ്പോൾ ഇന്ന് ഇന്നയാൾക്ക് തണുപ്പാണെന്ന് എഴുതിക്കണം. അപ്പൊ പനിയാണോ എന്ന് എനിക്ക് ചോദിച്ചതാണ്. ജലദോഷമാണ് ഉദ്ദേശം. ആയിക്കോട്ടെ. അപ്പൊ ഒരാൾ പനിയുണ്ടെന്ന് പറഞ്ഞാൽ അത് സ്ഥിരീകരിക്കാൻ ചില അടയാളങ്ങൾ. അതെന്താ? നമ്മൾ അയാളെ മേനിയിൽ തൊട്ടു നോക്കും, ചൂടുണ്ടോ നോക്കും, അല്ലെ? മഞ്ഞപ്പിത്തം ബാധിച്ചിട്ടുണ്ടോ എന്നറിയാൻ ചില അടയാളങ്ങൾ. മൂത്രത്തിൽ മഞ്ഞ വർണ്ണമുണ്ടോ, ഭക്ഷണത്തോട് താല്പര്യക്കുറവുണ്ടോ, ഛർദ്ദലുണ്ടോ, ഇതൊക്കെ നോക്കും. ഇങ്ങനെ ഓരോന്നിനെയും തിരിച്ചറിയാൻ അടയാളങ്ങളുണ്ട്. അഷ്റഫുൽ ഖൽഖ് മുഹമ്മദുർ റസൂലുള്ളാഹ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോടുള്ള സ്നേഹത്തെ തിരിച്ചറിയാനുള്ള അടയാളം എന്താണ്? അവ്വലുഹാ അൽ ഇഖ്തിദാഉ ബിഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ. ആദ്യ അടയാളം എന്ന് പറയുന്നത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ പിൻപറ്റുക. ജീവിതത്തിന്റെ സർവ്വഘട്ടങ്ങളിലും നബി തങ്ങളെ അനുധാവനം ചെയ്യുക. നഖം മുറിക്കുമ്പോൾ അതിനൊരു സുന്നത്തായ രീതിയുണ്ട്. തുണിയുടുക്കുമ്പോൾ അതിനൊരു സുന്നത്തായ രീതിയുണ്ട്. കിടന്നുറങ്ങുമ്പോൾ അതിനൊരു സുന്നത്തായ രീതിയുണ്ട്. വലതുഭാഗത്തിന്മേൽ ഖിബിലയിലേക്ക് ചെരിഞ്ഞുകൊണ്ടാണ് കിടക്കേണ്ടത്. ഖബറിൽ അങ്ങനല്ലേ മയ്യിത്തിനെ കിടത്തുക? വലതുഭാഗത്തിന്മേൽ ഖിബിലയിലേക്ക് ചെരിച്ചുകൊണ്ടാണ് മയ്യിത്തിനെ ഖബറിൽ കിടത്തുക. അതുപോലെ രാത്രിയിൽ എന്നല്ല, എപ്പോൾ ഉറങ്ങാൻ കിടക്കുകയാണെങ്കിലും, രാത്രി എന്ന് പറഞ്ഞാൽ സാധാരണ ഉറങ്ങുന്ന സമയം രാത്രിയാണ്. എപ്പോഴും ഉറക്കാണ്. പിന്നെ മൊബൈൽ ഉണ്ടായതുകൊണ്ട് ഉറക്കം കുറവാണ്. നമുക്ക് വേഗം പിരിയേണ്ടതുണ്ട്. സുബഹിക്ക് നാളെ മൗലിദ് ഓതണം. അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലമ ജന്മം കൊണ്ട രാവാണ്. 4 മണിക്കാണ് നമ്മുടെ 2 പള്ളിയിലെയും മൗലിദ്. എല്ലാവരും ആ സദസ്സിൽ സംബന്ധിക്കണം. ചീരണിയൊക്കെ കൊണ്ടുവരണം. വളരെ ഉഷാറായി, ഏറ്റവും സുന്ദരമായ രീതിയിൽ നമുക്ക് ആ നിമിഷത്തെ വരവേൽക്കണം. കാരണം ഈ ലോകത്ത് ഏറ്റവും വലിയ അനുഗ്രഹമായ അഷ്റഫുൽ ഖൽഖിന്റെ ഉദയം സംഭവിച്ച രാത്രിയാണ്, സമയമാണ്. ആ സമയത്ത് ദുആക്ക് ഇജാബത്തുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല ആ സമയത്ത് മുതലെടുക്കാൻ നമുക്കൊക്കെ തൗഫീഖ് നൽകുമാറാകട്ടെ. അപ്പൊ എന്തു ചെയ്യണം? സ്ത്രീകളൊക്കെ വീട്ടിൽ നിന്ന് മൗലിദ് ഓതണം. ആ സമയത്ത് എഴുന്നേൽക്കണം. എന്നിട്ട് ബുറുദയുടെ 3-ാമത്തെ ഫസ്ലുണ്ട്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മദ്ഹ്, അത് ചൊല്ലണം. അത് കഴിഞ്ഞാൽ ഒരു അടുത്ത ഫസ്ല് കാണാം. അബാന മൗലിദുഹു അൻ ത്വീബി ഉൻസുരിഹി യാ ത്വീബ മുബ്തദഇൻ منه ومختتم يوم تفرس فيه الفرس أنهم قد أنذروا بحلول للبؤس والنقم. നബി തങ്ങൾ ജനിച്ച സമയത്തുണ്ടായ അത്ഭുതങ്ങളാണ്. ആ ഫസ്ലും ചൊല്ലണം. എന്നിട്ട് മങ്കൂസ് മൗലിദ് ഓതണം, അശ്റഖൊക്കെ ചൊല്ലണം, ദുആ ചെയ്യണം. അപ്പൊ അതിന് സമയം കണ്ട് നമുക്ക് ഇവിടുന്ന് പിരിയണം. നമ്മള്
അന്ത്യോളം കോരിയിട്ട് അന്തിക്ക് കൊടട്ട് കൊടുക്കുക പറഞ്ഞ രീതിയിൽ റസൂലുള്ളാഹിന്റെ മൗലിദൊക്കെ നമ്മൾ നടത്തി ആ സമയത്ത് കിടന്നുറങ്ങിയാൽ ശരിയാവൂലല്ലോ. അപ്പൊ അത് കണ്ട് നമുക്ക് ഇവിടുന്ന് പിരിയണം. ആ നിലക്കാണ് പ്രസംഗത്തിന്റെ പോക്ക്. അപ്പൊ എന്താ ഞാൻ പറഞ്ഞത്, അഷ്റഫുൽ ഖൽഖ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ അവിടുത്തെ ഇത്തിബാ ചെയ്യുക, ഇഖ്തിദാ ചെയ്യുക, അനുധാവനം ചെയ്യുക. ജീവിതത്തിന്റെ എല്ലാ വിഷയങ്ങളിലും, ഒരു വിഷയത്തിലല്ല ഏത് വിഷയത്തിലും കിടന്നുറങ്ങുന്ന മര്യാദയാണ് ഞാൻ പറഞ്ഞത്. വലതുഭാഗത്തിന്മേൽ ഖിബിലയിലേക്ക് ചെരിഞ്ഞ് കിടക്കണം. അങ്ങനെ കിടക്കലാ സുന്നത്ത്. ഇടതുഭാഗത്തിന്മേൽ ചെരിഞ്ഞ് കിടക്കാതിരിക്കുകയാണ് വേണ്ടത്. കാരണം ഹൃദയം ഇടതുഭാഗത്താണ് ഘടിപ്പിക്കപ്പെട്ടത് എന്നാ പറയുന്നത്. ഇടതുഭാഗത്തേക്ക് ചെരിഞ്ഞ് കിടന്നുറങ്ങുമ്പോൾ ഹൃദയം ശാന്തമായിരിക്കും. അപ്പൊ ഉറക്കിൽ മതിമറക്കും, സുബ്ഹൊന്നും ഉണ്ടാവൂല. അതേസമയത്ത് വലതുഭാഗത്തേക്ക് ചെരിഞ്ഞ് കിടന്നാലോ ഗാഠമായ നിദ്രയുണ്ടാകൂല എന്നാണ്. അപ്പൊ അങ്ങനെയാണ് കിടക്കേണ്ടത്. അങ്ങനെ കിടക്കണം. അത് കിടത്തത്തിന്റെ സുന്നത്താണ്. അഷ്റഫുൽ ഖൽഖ് തങ്ങൾ അവിടത്തെ ഈ കൈവെള്ള ഈ കവിളിന്റെ താഴെ വെച്ചുകൊണ്ടാണ് കിടന്നുറങ്ങാറുണ്ടായിരുന്നത്. അപ്പൊ ചൊല്ലേണ്ട ദിക്റുണ്ട്. ഉറക്കിൽ നിന്ന് എഴുന്നേൽക്കുമ്പോ ചൊല്ലേണ്ട ദിക്റുണ്ട്. ബാത്റൂമിലേക്ക് കടക്കുന്ന സമയത്തുള്ള ദിക്റുണ്ട്. ഇപ്പൊ മിസ്വാക്ക് ചെയ്യൽ ഒരുപാട് സ്ഥലത്ത് സുന്നത്തുണ്ട്. അതൊക്കെയാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ പിൻപറ്റുക എന്ന് പറഞ്ഞാൽ. അപ്പൊ അതിനാണ് ഈ സ്വഭാവം പറയുന്നത്. ഏതൊരു വിഷയത്തിലും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ ഉന്നതമായ മാതൃകയുണ്ട്. അത് ഉസ്താദുമാർക്കുണ്ട്, അതുപോലെ തന്നെ മറ്റു അധ്യാപകർക്കുണ്ട്, കുടുംബനാഥനുണ്ട്, അതുപോലെ തന്നെ ഭാര്യമാർക്കുണ്ട്. എല്ലാ ഭരണരംഗത്തിരിക്കുന്നവർക്ക് എല്ലാ വിഷയത്തിലും തങ്ങളിൽ മാതൃകയുണ്ട്. ഖുർആന്റെ പ്രഖ്യാപനമാണ്, ലഖദ് കാന ലക്കും ഫീ റസൂലില്ലാഹി ഉസ്വത്തുൻ ഹസന. നബി തങ്ങളിൽ നിങ്ങൾക്ക് ഉത്തമ മാതൃകയുണ്ട്. മഹാനായ അബ്ദുല്ലാഹി ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹുമ സ്വഹാബിയ മുത്തബിഉ സുന്ന എന്ന പേരിലാണ് അറിയപ്പെടുക. തിരുസുന്നത്തിന്റെ അനുധാവകൻ. ഏതൊരു വിഷയത്തിലും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ചര്യ എന്താണ് എന്ന് അന്വേഷിച്ചറിഞ്ഞ് ചെയ്യുന്ന ആളാണ് ഇബ്നു ഉമർ തങ്ങൾ. ഒരു വഴിക്ക് ഇങ്ങനെ പോകുമ്പോ ആ മരത്തണലിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ കിടന്നിട്ടുണ്ട് എന്ന് കേട്ടാൽ ഇബ്നു ഉമർ തങ്ങൾ വാഹനം നിർത്തി അവിടെ ഒന്ന് കിടക്കും. അവിടെ നബി തങ്ങൾ നിസ്കരിച്ചിട്ടുണ്ട് എന്ന് കേട്ടാൽ ഇബ്നു ഉമർ തങ്ങൾ അവിടെ ഒന്ന് ഇറങ്ങി നിസ്കരിക്കും. ഇവിടെ തങ്ങൾ ചിരിച്ചിട്ടുണ്ട് എന്ന് കേട്ടാൽ ഇബ്നു ഉമർ അവിടെ ഒന്ന് ചിരിക്കും. അതാണ് അനുധാവനം എന്ന് പറയുന്നത്. ഒരു ദിവസം മഹാനവറുകൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സദസ്സിലേക്ക് കടന്നു വന്നു. അദ്ദേഹത്തിന്റെ തുണി ഞെരിയാണിക്ക് താഴെ പോയിട്ടുണ്ട്. അത് മഹാനവറുകൾ ശ്രദ്ധിച്ചിട്ടില്ല, ബോധപൂർവമല്ല. അപ്പോ അഷ്റഫുൽ ഖൽഖ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അദ്ദേഹത്തെ അറിയാത്ത ഭാവം നടിച്ചു. ആരാണെന്ന് ചോദിച്ചു. ഞാനാണ് യാ റസൂലല്ലാഹ്, അബ്ദുല്ലാഹി ഇബ്നു ഉമർ. ഇൻ കുൻത അബ്ദുല്ലാഹി ഫർഫഅ ഇസാറക. നീ അബ്ദുല്ലാഹി ഇബ്നു ഉമർ ആണെങ്കിൽ തുണി ഞെരിയാണിക്ക് മേലെ പൊക്കിയൊടുക്കണം, താഴാൻ പാടില്ല. അത് അനുധാവനാണ്. അത് തുണിയുടെ മാത്രം മസ്അലല്ല. കമീസാണെങ്കിലും അങ്ങനെ തന്നെ, അതുപോലെ തന്നെ പാന്റ് ആണെങ്കിലും അങ്ങനെ തന്നെ. സ്ത്രീകൾ കുറച്ച് നീട്ടിക്കൊണ്ട് അവർക്ക് അതിന് അവകാശമുണ്ട്. അത് അവർക്ക് ശരീഅത്ത് എല്ലാം അങ്ങനെ തന്നെയാണ്. ഇപ്പൊ നമ്മൾ ഈ മറൊക്കെ ശരിക്കും പൊക്കണമെന്ന് ഞാൻ പറഞ്ഞതാ. അപ്പൊ അത് പിന്നെയും താഴ്ത്തുകയാണ്. അത് നാളെ പൊക്കും. നമ്മളെ പ്രസിഡന്റ് വാക്ക് തന്നിട്ട് നമ്മൾ ഇത്രയും ഉഷാറായിട്ട് ഈ പരിപാടിയൊക്കെ ഇവിടെ നമ്മളെ മദ്ഹ് വളരെ, ഞാൻ പല റബീഉൽ ലെവലിലും സാധാരണ സംബന്ധിക്കാറുണ്ട്. വളരെ സന്തോഷം തോന്നിയ ഓരോ കാര്യങ്ങൾ, അവിടുത്തെ കാര്യങ്ങൾ നല്ല കാശൊക്കെ അത്യാവശ്യം ചെലവാക്കി എല്ലാ കാര്യങ്ങളും നമ്മൾ ഭംഗിയായി ചെയ്യുന്നുണ്ട്. അപ്പൊ അത് തീർത്തും തങ്ങളെ പൊരുത്തം സമ്പാദിക്കാൻ പറ്റുന്ന ഒരു രീതിയിലാവാം. അന്യ സ്ത്രീ പുരുഷന്മാര് തമ്മിൽ ഇങ്ങനെ പരസ്പരം കാണുക, ഇടകലരുക എന്നുള്ളത് നിഷിദ്ധമാണ്. പൂർവകാലത്ത് മൗലിദിനെ വിമർശിച്ച ചില ആളുകളുണ്ട്, നബിദിനാഘോഷത്തെ. അവർ പറഞ്ഞ ഒരു കാരണതാണ്, മൗലിദിന്റെ സദസ്സിൽ സ്ത്രീ പുരുഷന്മാർ തമ്മിൽ കൂടിക്കലരുന്നു. ഇമാം സുയൂത്തി മറുപടി പറഞ്ഞിട്ടുണ്ട്, അത് ഒഴിവാക്കിയാൽ പോരെ. അപ്പൊ അത് പരിഹരിക്കുന്ന കമ്മിറ്റി പറഞ്ഞിട്ടുണ്ട്. എന്നാ പിന്നെ നമ്മൾ കൂടെ ഉണ്ടല്ലോ. ഇൻഷാ അല്ലാഹ് ഒരു സ്ക്രീൻ അവിടെ വെച്ചു കൊടുത്താൽ ആ പ്രശ്നമൊക്കെ തീരും. അത് കഴിഞ്ഞ വർഷം വരെ ഇവിടെ ഉണ്ടായിരുന്നു എന്നും പറഞ്ഞു. ഇരിക്കട്ടെ, സാന്ദർഭികമായി പറഞ്ഞതാണ്. അതെന്തിനാ പറഞ്ഞെന്ന് വെച്ചാൽ ഇടക്കത് ഇങ്ങനെ പൊക്കാൻ പറയുമ്പോൾ സ്ത്രീകൾക്കൊരു പ്രയാസം ഉണ്ടാവും. ഇതെന്താണിത്? അവര് നല്ല ഇഖ്ലാസുള്ള ആളുകളാണ്. ഈ കുട്ടികളെ ദഫും അതുപോലെ തന്നെ പാട്ടും മൗലിദൊക്കെ കാണാനുള്ള ആഗ്രഹം കൊണ്ടാണ്. പക്ഷെ നമ്മൾ ശരീഅത്തിന്റെ നിയമങ്ങൾ
അത് ലംഘിച്ചു പോയ ഇതൊക്കെ നമ്മൾ ചെയ്യുന്നത് തങ്ങളെ പൊരുത്തം കിട്ടാനാണ്. നേരത്തെ പറഞ്ഞ പോലെ അന്ത്യോളം കോരിയിട്ട് അന്തിക്ക് കലമിട്ടുടച്ചു എന്ന് പറഞ്ഞ രീതിയാവൂ. ആ ബേജാറ് കൊണ്ട് പറഞ്ഞതാ. അപ്പൊ അഷ്റഫുൽ ഖൽഖ് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ഏത് വിഷയത്തിലും മാതൃകാപരമായ സമീപനമാണ്. അതാ മഹാനായ സയ്യിദ് ബിൻ സാബിത്ത് തങ്ങൾ പറയുകയാണ്, ഇന്നൻ നബിയ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ കുന്നാ ഇദാ ജലസ്നാ ഇലൈഹി ഇൻ അഖദ്നാ ബിഹദീസിൻ ഫീ ദിക്രിൽ ആഖിറ അഖദ മഅനാ. നബി തങ്ങളോടൊപ്പം ഇരുന്ന് ഞങ്ങൾ ഭൗതികമായ കാര്യങ്ങൾ സംസാരിക്കാൻ തുടങ്ങിയാൽ, ആഖിറവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ പറയാൻ തുടങ്ങിയാൽ നബി തങ്ങൾ ആഖിറവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ പറയും. വഇൻ അഖദ്നാ ഫീ ദിക്രി ദുനിയാ, ഭൗതികമായ കാര്യങ്ങൾ സംസാരിച്ചാലോ അഖദ മഅനാ ഫീ ദിക്രി ദുനിയാ, ദുനിയാവിന്റെ കാര്യം പറയാനും തങ്ങൾ ഞങ്ങളോടൊപ്പം കൂടാറുണ്ട്. ഞാനതൊന്നും പറയില്ല, ഞാനൊരു നേതാവല്ലേ, ഞാൻ ലോകത്തിന്റെ നേതാവല്ലേ, ഞാൻ വലിയ ആളല്ലേ, ഈ ലോകം പടക്കപ്പെടാൻ നിമിത്തമായ ആളല്ലേ എന്ന ചിന്തയില്ല. ഭൗതികമായ കാര്യങ്ങൾ ഞങ്ങൾ സംസാരിച്ചാലും നബി തങ്ങൾ ഞങ്ങളോടത് സംസാരിക്കാറുണ്ട്. വഇൻ അഖദ്നാ ഫീ ദിക്രി തുആമി വശറാബ് അഖദ മഅനാ, ഞങ്ങൾ ഭക്ഷണത്തെക്കുറിച്ച് പറഞ്ഞാൽ, പാനീയത്തെക്കുറിച്ച് പറഞ്ഞാൽ, മന്തിയെക്കുറിച്ച് പറഞ്ഞാൽ, കബ്സയെക്കുറിച്ച് പറഞ്ഞാൽ, മറ്റു വിഭവങ്ങളെക്കുറിച്ച് പറഞ്ഞാൽ തങ്ങളും അത് പറയാൻ കൂടാറുണ്ട്. പാനീയങ്ങളെക്കുറിച്ച് പറഞ്ഞാൽ അത് പറയാൻ തങ്ങൾ കൂടാറുണ്ട്. ഈ സ്വഭാവം എത്ര ആളുകൾക്കുണ്ട്? ചില ആളുകൾക്ക് ഒരു ഗർവാണ്, അയാൾ വല്ലാതൊന്നും സംസാരിക്കൂല. സംസാരം കുറയില് നല്ല തന്നെ, യാതൊരു സംശയവുമില്ല. ഒരാളെ സംസാരം എത്ര കണ്ട് കുറഞ്ഞു അത്രയും നല്ലതാണ്. പക്ഷേ അത് മറ്റുള്ളവരെ ബോറടിപ്പിക്കുന്ന രീതിയിലാകാൻ പാടില്ല. അയാളെ പരിഗണിച്ചുകൊണ്ടാവണം. സംസാരത്തിന് പല ദൂഷ്യങ്ങളുണ്ട്. ആഫത്തുൽ ലിസാൻ, നാവിന്റെ വിനകൾ 20 എണ്ണമാണ്. ഇമാം ഗസാലി യഹ്യായിൽ എണ്ണിയിട്ടുണ്ട് റളിയല്ലാഹു അൻഹു. നാവിന് 20 ദൂഷ്യങ്ങളുണ്ട് എന്നാണ്. അതിൽ ആദ്യ ദൂഷ്യം, ആദ്യ വിപത്ത് അൽ കലാമു ഫീമാ ലാ യഅനീഹി, അനാവശ്യ സംസാരം. അനാവശ്യ സംസാരം എന്ന് പറഞ്ഞാൽ തെറിയല്ല, ആവശ്യമില്ലാത്ത സംസാരം. മസലൻ, ഉദാഹരണം എന്താണ്? ഞാൻ ഏർവാടിയിൽ പോയി, സിയാറത്തിന് പോയതാണ്. ഏർവാടിയിൽ പോയി അവിടെ നിന്ന് വന്ന് ഞാൻ ഇവിടെ കൂടെയുള്ള ആളുകളുടെ ആ യാത്രയിൽ കണ്ട കാര്യങ്ങളൊക്കെ പറയാം. ഇതെന്തിനാ പറയുന്നത്? ഒരാൾ അങ്ങാടിയിൽ പോയി, അയാൾ അയല മേടിച്ചു. ഒരാൾ അയാളെ കണ്ടു. എങ്ങോട്ടാ പോയിരുന്നത്? അങ്ങാടിയിലേക്ക് പോയതാ, മത്സ്യം മേടിക്കാൻ പോയതാ. ചാള കിട്ടിയില്ല, അയല മേടിച്ചു. ഇതൊക്കെ പാഴ്വാക്കുകളാണ്. ഇമാം ഗസാലി പറയാൻ, ആ സമയത്ത് അയാൾക്ക് ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹ് എന്ന് ചൊല്ലിക്കൂടെ? ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് ചൊല്ലിക്കൂടെ? അയാൾക്ക് സ്വർഗ്ഗത്തിൽ ഒരു മണിമന്ദിരം കെട്ടിപ്പടുക്കാമായിരുന്നല്ലോ, അത് അയാൾ നഷ്ടപ്പെടുത്തിയില്ലേ? അപ്പൊ നമ്മൾ ഇങ്ങനെ സ്വർഗത്തിൽ എത്തിപ്പെട്ട ആളുകളെ ഏറ്റവും വലിയ സങ്കടം എന്താണെന്നറിയോ? ഹദീസിൽ കാണാം, ഒരു തസ്ബീഹ് ചൊല്ലാതെ പോയ നിമിഷത്തെ കുറിച്ചാണ്. സ്വർഗത്തില് അദദു ദറജിൽ ജിനാൻ, സ്വർഗത്തിന്റെ തട്ടുകൾ എന്ന് പറഞ്ഞാൽ ഖുർആനിന്റെ ആയത്തുകളെ കണക്കനുസരിച്ച് തട്ടാണ്. അപ്പൊ വലിയ ദറജയിലുള്ള ആളുകളെ കാണുമ്പോ ഒരു തസ്ബീഹ് അധികം ചൊല്ലിയിരുന്നെങ്കിൽ എനിക്കും അവിടെ കയറാമായിരുന്നല്ലോ. ഞാൻ ആ യൂട്യൂബിൽ ആ കോമഡി കണ്ട സമയത്ത് ഒരു 10 സ്വലാത്തിൽ ഇരുന്നെങ്കിൽ. അപ്പൊ അങ്ങനൊക്കെ ജീവിക്കാൻ പറ്റുമോ? കാലം അങ്ങനെയായി പോയിട്ടുണ്ട്. അപ്പൊ ഇരിക്കട്ടെ. അപ്പൊ എന്താ പറഞ്ഞത്? ചില ആളുകൾ ഇങ്ങനെയുള്ള സംസാരങ്ങളൊന്നും അനുവദിക്കൂല. എന്തെങ്കിലുമൊക്കെ ഒരു തമാശ പറഞ്ഞാൽ അതിനോടും സഹകരിക്കൂല. ഭക്ഷണ വിഷയവുമായി ബന്ധപ്പെട്ട് പറഞ്ഞാൽ അതും സഹകരിക്കൂല. അയാൾ ഇങ്ങനെ മുഖം കനപ്പിച്ച് വലിയ ആളായിട്ട് ഇരിക്കുകയാണ്. ഇതൊന്നും അഷ്റഫുൽ ഖൽഖിന്റെ മാതൃകയല്ല. ഞങ്ങൾ ഭക്ഷണവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ പറഞ്ഞാൽ തങ്ങളത് പറയാറുണ്ട്. എന്നിട്ട് മഹാനായ ജാബിർ ബിൻ സമുറ തങ്ങളോട് ഒരാൾ ചോദിച്ചു, അകുൻത തുജാലിസു റസൂലല്ലാഹ്, നിങ്ങൾ നബി തങ്ങളോട് കൂടെ ഇരിക്കാറുണ്ടായിരുന്നോ? അതെ, ഇരിക്കാറുണ്ട്. നഅം കാന തുവീല സുംതി, നബി തങ്ങൾ ദീർഘമൗനിയായിരുന്നു. വകാന അസ്ഹാബുഹു
യതനാശദൂന ശിഅറ ഇൻദഹു. സ്വഹാബത്ത് നബി തങ്ങളുടെ അടുക്കൽ പാട്ട് പാടും. നബി തങ്ങൾ അത് കേട്ട് ഇങ്ങനെ ആനന്ദിക്കും. ജാഹിലിയ്യത്തിലെ പാട്ടുകൾ പാടാൻ പറയും. അപ്പൊ ഇങ്ങനെയൊക്കെ വളരെ വിനയമുള്ള സ്വഭാവമായിരുന്നു അഷ്റഫുൽ ഖൽഖ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സ്വഭാവം. നമ്മൾ പകർത്തേണ്ട സ്വഭാവം. ഒരു ദിവസം തങ്ങൾ ഇങ്ങനെ ഹദീസ് പറഞ്ഞുകൊണ്ടിരിക്കുക. തങ്ങൾ ഹദീസ് പറയുമ്പോ ആ വീടൊന്നാകെ ജനങ്ങൾ വന്ന് നിറഞ്ഞിട്ടുണ്ട്. ജനങ്ങൾ വന്ന് നിറഞ്ഞിരിക്കുന്നു. ഇനി ഒരാൾക്കും അവിടെ സ്ഥലമില്ല. അപ്പൊ സ്വഹാബിയായ ജരീർ റളിയല്ലാഹു അൻഹു വന്നു. മഹാനവറുകൾ സ്ഥലമില്ലാത്തത് കൊണ്ട് പുറത്തിരുന്നു. അഷ്റഫുൽ ഖൽഖ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തന്റെ മുണ്ടെടുക്കുന്നു, എറിഞ്ഞു കൊടുക്കുന്നു. യാ ജരീർ, അതിന്മേ ഇരിക്കൂ. പക്ഷേ മഹാനവറുകൾ ഇരുന്നില്ല. അഷ്റഫുൽ ഖൽഖിന്റെ മേനിയുട്ടിയ വസ്ത്രത്തിൽ ഇരിക്കാനുള്ളതല്ലോ ഞാൻ. അതെടുത്തു ചുംബിച്ചു. ചരിത്രമാണ്. നോക്കൂ നിങ്ങൾ, ഒരാളെയും പരിഗണിക്കാത്ത രീതിയല്ല, എല്ലാവരെയും പരിഗണിക്കുന്ന രീതിയാണ്. ആരെങ്കിലും ഒരാൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ വിളിച്ചാൽ യാ റസൂലല്ലാഹ്, സ്വഹാബാക്കളോ ഭാര്യമാരോ ആരെങ്കിലും വിളിച്ചാൽ മറുപടി എന്താണ്? ലബ്ബൈക് 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 എന്ന് പറഞ്ഞാൽ ചെറിയ ആളുകൾ വലിയവർക്ക് നൽകുന്ന മറുപടിയാണത്. അഷ്റഫുൽ ഖൽഖിനേക്കാൾ വലിയവർ ഇവിടെ വേറെ ആരാണ്? ഒരാളുമില്ല. വിനയത്തിന്റെ മകുടോദാഹരണമാണ്. തന്നെക്കാൾ എത്രയോ താഴെയുള്ള സ്വഹാബാക്കൾക്ക് മറുപടി കൊടുക്കുന്നു ലബ്ബൈക്. തന്നെക്കാൾ വലിയവർക്ക് കൊടുക്കേണ്ട മറുപടിയാണ്. നബി തങ്ങളുടെ വിനയമാണ്. ഇനി പറയട്ടെ, അനസ് ബിൻ മാലിക് റളിയല്ലാഹു അൻഹു, ഉമ്മമാരെ, നമ്മുടെ വീട്ടിലൊക്കെ വീട്ടു ജോലിക്ക് വേണ്ടി വരുന്ന ആളുകളുണ്ടാകും. തെങ്ങിൽ കയറാൻ വരുന്ന ആളുകളുണ്ടാകും. അടിച്ചുവാരാൻ വരുന്ന ആളുകളുണ്ടാകും. അതുപോലെ തന്നെ തുടക്കാനും പാത്രം കഴുകാനും മറ്റു സംഗതികൾക്കൊക്കെ വരുന്ന ആളുകളുണ്ടാകും. ഒരാളും മോശക്കാരല്ല. അനസ് ബിൻ മാലിക് റളിയല്ലാഹു അൻഹു 10 കൊല്ലക്കാലം നബി തങ്ങളെ സേവിച്ച മഹാനാണ്. അഷ്റഫുൽ ഖൽഖ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ മദീനയിലേക്ക് ഹിജ്റ വന്ന സമയമില്ലേ, ഇതുപോലെ ഒരു റബീഉൽ അവ്വൽ 12-നാണ് നബി തങ്ങൾ മദീനയിലേക്ക് എത്തുന്നത്. നമ്മൾ അശ്റഖ ചൊല്ലിയില്ലേ? അശ്റഖൽ ബദ്റു അലൈനാ فاختفت منه البدور طلع البدر علينا من ثنيات الوداع وجب شكر علينا ما دعا لله داعي. റബീഉൽ അവ്വൽ 12 എന്ന് നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മദീനയിൽ എത്തുകയാണ്. കിസ്ന് ചോദിക്കാൻ പറ്റിയൊരു ചോദ്യം എന്താണെന്നറിയോ? കാത്തിരിപ്പിന്റെ സുഖം ഏറ്റവും നല്ല രീതിയിൽ അനുഭവിച്ച ആളുകൾ ആരാ? ആർക്കെങ്കിലും മറുപടി പറയാൻ കഴിയും? ഇപ്പൊ സമ്മാനം തരുമെന്ന് പറഞ്ഞാൽ ശരിയാവില്ല. എൻ്റെ അടുത്തൊന്നുമില്ല. ബിസ്മില്ലാ. കാത്തിരിപ്പിന്റെ സുഖം ഏറ്റവും നല്ല രീതിയിൽ അനുഭവിച്ച ആളുകൾ ആരാ? ആസ്വദിച്ച ആളുകൾ ആരാ? ആരാ 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 ആരാ? എന്താണ്? അള്ളാഹു അവർക്ക് ബർക്കത്ത് ചെയ്യട്ടെ. അവർ പറഞ്ഞതാ ശരി. ചില ആളുകൾ പറയും 2 വർഷമൊക്കെ നിന്നിട്ട് ഭർത്താവ് ഇങ്ങനെ വരുമ്പോ ഭാര്യയുടെ കാത്തിരിപ്പ്, അത് ശരിയാണ്. 10 മാസം വയറ്റിൽ ചുമന്നിട്ട് കുഞ്ഞു വരുന്ന കാത്തിരിപ്പ്, അതുപോലെ ദർസിന്ന് കുട്ടികൾ ചെല്ലും ഉമ്മ കാത്തിരിക്കണ കാത്തിരിപ്പ്, ഒക്കെ കാത്തിരിപ്പാണ്. പക്ഷെ കാത്തിരിപ്പിന്റെ ഏറ്റവും വർണ്ണാഭമായ ചിത്രം എന്ന് പറയുന്നത് മദീനയിലേക്ക് അഷ്റഫുൽ ഖൽഖ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ വരുമ്പോ തങ്ങളെ സ്വീകരിക്കാൻ വേണ്ടി തങ്ങൾ ഇന്നെത്തും എന്ന രീതിയിൽ ആബാലവൃദ്ധം ജനങ്ങൾ, വൃദ്ധരും യുവതികളും കുട്ടികളും എല്ലാവരും മദീനയുടെ വെളിപ്രദേശത്ത് വന്നിരിക്കുകയാണ്. തങ്ങൾ വരുന്നുണ്ടോ?
അങ്ങനെ ഓരോ ദിവസവും വല്ലാത്ത അക്ഷമയോടെയുള്ള കാത്തിരിപ്പാണ്. വെയിലിങ്ങനെ കനക്കുമ്പോ അവർ തിരിച്ചു പോവുകയാണ്. ഒരു ദിവസം വിവരം കിട്ടി തങ്ങളാ വരുന്നു. അപ്പൊ അങ്ങനെ സ്വഹാബത്ത് അനസ് എന്നവർ പറയുന്നുണ്ട്, മദീന ഏറ്റവും പ്രകാശിച്ച ദിനം അഷ്റഫുൽ ഖൽഖ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ വന്ന ദിനമാണ്. മദീന ഏറ്റവും പ്രകാശിച്ച ദിനം അഷ്റഫുൽ ഖൽഖ് മദീനയിലേക്ക് വന്ന ദിനമാണ്. മദീന ഏറ്റവും കറുത്തിരുണ്ട ദിനം അഷ്റഫുൽ ഖൽഖ് വഫാത്തായ ദിനമാണ്. അതും റബീഉൽ അവ്വൽ 12 തന്നെ. അപ്പൊ സ്വഹാബത്ത് ഇങ്ങനെ വരവേൽക്കുകയാണ്. ത്വാലഅൽ ബദ്റു അലൈനാ മിൻ സനിയാതിൽ വദാഇ വജബ ശുക്രു അലൈനാ മദഅ ലില്ലാഹി ദാഇ. ഓരോരുത്തരും മത്സരിക്കുകയാണ് തങ്ങളെ സ്വീകരിക്കാൻ വേണ്ടി. തങ്ങൾ എന്റെ വീട്ടിൽ താമസിക്കണം. അങ്ങനെ തങ്ങൾ മദീനയിലെത്തിയപ്പോ മദീനയിലുള്ള ഓരോ ജനങ്ങളും തങ്ങൾക്ക് എന്തെങ്കിലുമൊക്കെ ഒരു സമ്മാനം കൊടുത്തു. താങ്കളുടെ കയ്യിൽ എന്താണോ ഉള്ളത് അത് കൊണ്ടുപോയി കൊടുത്തു. അനസ് റളിയല്ലാഹു അൻഹുവിന്റെ ഉമ്മ ഉമ്മു സുലൈം, അവരുടെ കയ്യിൽ ഒന്നുമില്ല. ചെറിയ കുട്ടിയാണ് അനസ് ബിൻ മാലിക്. അവരെ കൈപിടിച്ച് ഇങ്ങനെ ചെന്നു, യാ റസൂലല്ലാഹ്, ഇതാ മദീനയിലുള്ള എല്ലാ സ്ത്രീകളും തങ്ങൾക്ക് എന്തെങ്കിലുമൊക്കെ ഒരു സമ്മാനം തന്നിട്ടുണ്ട്. എന്റെ കയ്യിൽ വേറെയൊന്നും തരാനില്ല. എന്റെ ചെറിയ മകൻ അവൻ തങ്ങളെ സേവിച്ചുകൊള്ളും, തങ്ങൾക്ക് വേണ്ട ഖിദ്മ ചെയ്തുകൊള്ളും. ഞാൻ അവനെ തങ്ങൾക്ക് നൽകുന്നു. 10 വർഷക്കാലം അഷ്റഫുൽ ഖൽഖ് തങ്ങളെ നിഴലായി നടന്നു. അനസ് എന്നവർ പറയുന്നു, ഞാൻ ചെയ്ത ഒരു കാര്യത്തെ ചൊല്ലി നീ എന്തേ അത് ചെയ്തു തങ്ങൾ ചോദിച്ചിട്ടില്ല. ചെയ്യാത്ത ഒരു കാര്യത്തെ കുറിച്ച് എന്തേ ചെയ്തില്ല ചോദിച്ചിട്ടില്ല. അനസ് എന്നവർ പറയാണ്, അഷ്റഫുൽ ഖൽഖ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ സ്വഹീബത്തു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ 10 സിനീൻ 10 കൊല്ലക്കാലം ഞാൻ നബി തങ്ങളെ നിഴലായി നടന്നിട്ടുണ്ട്. വശമിംതുൽ ഇത്റ കുല്ലാ, എല്ലാ സുഗന്ധങ്ങളും ഞാൻ വാസനിച്ചിട്ടുണ്ട്. നബി തങ്ങളെ പരിമളത്തേക്കാൾ സുഗന്ധത്തേക്കാൾ പരിമളമുള്ള ഒരു സുഗന്ധം ഞാൻ വാസനിച്ചിട്ടില്ല. നബി തങ്ങൾ ഒരു വഴിയിലൂടെ നടന്നാൽ ആ ദിവസം മുഴുക്കെ അവിടെയാകെ സുഗന്ധം അടിച്ചു വീശുന്നു. ഒരു 10 കുട്ടികൾ ഇങ്ങനെ നിൽക്കുമ്പോ നബി തങ്ങൾ ഒരു കുട്ടിയുടെ തലയിൽ കൈവച്ചാൽ നബി തങ്ങൾ കൈവച്ച കുട്ടി ഏതാണെന്ന് ആ കുട്ടിയുടെ തലയിൽ നിന്നും അടിച്ചു വീശുന്ന സുഗന്ധം കൊണ്ട് മനസ്സിലാക്കാൻ കഴിയുന്നതാണ്. നബി തങ്ങൾ പോയ ഒരു വഴിക്ക് വൈകുന്നേരം ഒരാൾ പോയാൽ ഈ വഴിക്ക് തങ്ങൾ പോയിട്ടുണ്ട് എന്നവിടെ തങ്ങി നിൽക്കുന്ന സുഗന്ധം കൊണ്ട് ആൾക്ക് മനസ്സിലാക്കാൻ കഴിയുന്നതാണ്. അത്രയും നല്ല സുഗന്ധം അഷ്റഫുൽ ഖൽഖിനുണ്ട്. തങ്ങൾക്ക് മാത്രമല്ല, തങ്ങളുമായി ബന്ധപ്പെട്ട സർവ്വതിനും സുഗന്ധമാണ്. തങ്ങളെ വിയർപ്പിന് സുഗന്ധമുണ്ട്. ഖുർആൻ കഴിഞ്ഞാൽ ഏറ്റവും വലിയ പ്രമാണമല്ലേ സ്വഹീഹുൽ ബുഖാരി, സ്വഹീഹ് മുസ്ലിം. ആ മുസ്ലിമിൽ ഹദീസ് കാണാം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ കിടന്നുറങ്ങുന്ന സമയത്ത് ബീവി ഉമ്മു സുലൈം അവരെ വീട്ടിൽ കിടന്നുറങ്ങുകയാണ്. ഉച്ച സമയത്തുള്ള ഉറക്കമാണ്. നബി തങ്ങളെ മേനിയിൽ വിയർപ്പ് പൊടിയുന്നുണ്ട്. എന്റെ ഉമ്മ ഉമ്മു സുലൈം ഒരു കുപ്പിയുമായി വന്നു. ആ കുപ്പിയിലേക്ക് നബി തങ്ങളെ വിയർപ്പിങ്ങനെ വടിച്ചെടുക്കുകയാണ്. സുബ്ഹാനല്ലാഹ്. കുറച്ചു കഴിഞ്ഞപ്പോ നബി തങ്ങൾ ഉണർന്നു. യാ ഉമ്മ സുലൈം മാ ഹാദല്ലദീ തസ്ലഈൻ, നിങ്ങൾ എന്താണ് ഈ ചെയ്യുന്നത്? യാ റസൂലല്ലാഹ് ഹാദാ അറഖുക, ഇത് തങ്ങളെ വിയർപ്പാണ്. നജ്അലുഹു ഫീ ഖീബിനാ, ഈ വിയർപ്പ് ഞങ്ങൾ സുഗന്ധത്തിൽ ഉപയോഗിക്കാറുണ്ട്. ഞങ്ങൾക്ക് സുഗന്ധമുണ്ടാക്കുന്ന ജോലിയുണ്ട്, അത്തറുണ്ടാക്കുന്ന ജോലിയുണ്ട്. തങ്ങളെ വിയർപ്പ് ഞങ്ങൾ ആ അത്തറിൽ കൂട്ടാറുണ്ട്. ആ അത്തർ ഫഹുവ മിൻ അത്യബി ത്വീബിനാ, ഞങ്ങളെ
സുഗന്ധങ്ങളിൽ ഏറ്റവും പരിമളമുള്ള സുഗന്ധമാണ്. നർജൂ ബറകതഹു ലിസുബിയാനിനാ എന്നല്ല, തങ്ങളെ വിയർപ്പ് ഔഷധ വീര്യമുള്ള വിയർപ്പാണ്. അത് ഞങ്ങളെ കുഞ്ഞുങ്ങൾക്ക് അസുഖം വരുമ്പോ തലയിൽ തൊട്ടുകൊടുക്കാറുണ്ട്. അതോടെ രോഗം പമ്പ കടക്കാറുണ്ട്. ഇത് കേട്ടപ്പോ തങ്ങളെ മറുപടി അസ്വബ്തി യാ ഉമ്മ സുലൈം, നിങ്ങൾ പറഞ്ഞത് സത്യമാണ്, കൃത്യമാണ്. ഒരാൾക്കും തർക്കമുണ്ടാവൂല. ഖുർആൻ കഴിഞ്ഞാൽ ഏറ്റവും വലിയ പ്രമാണമാണ് ബുഖാരി. അത് കഴിഞ്ഞാൽ അതിനോട് അടുത്ത് നിൽക്കുന്ന പ്രമാണം സ്വഹീഹ് മുസ്ലിം, അതിലുദ്ധരിച്ച ഹദീസാണ്. ഒരാൾക്കും നിഷേധിക്കാൻ കഴിയില്ല. തങ്ങളുമായി ബന്ധപ്പെട്ട സർവ്വതിനും പ്രത്യേകതയാണ്. അപ്പൊ അനസ് എന്നവർ പറയണ ഈ 10 കൊല്ലം കൂടെ നടന്നിട്ട് തങ്ങളെക്കാൾ സുഗന്ധമുള്ള ഒന്നും ഞാൻ വാസനിച്ചിട്ടില്ല. അതാ വീണ്ടും പറയുന്നു, കേട്ടോളൂ. അനസ് എന്നവരെ സാക്ഷ്യമാണ്. എല്ലാവരും ശ്രദ്ധിച്ചു കേൾക്കുക. വകാന ഇദാ ലഖിയഹു വാഹിദു മിൻ സുഹാബിഹി ഖാമ മഅഹു ഫലം യൻസരിഫ് ഹത്താ യകൂന അർറജുലു യൻസരിഫ് അൻഹു. ആരെങ്കിലും ഒരാൾ നബി തങ്ങളോട് കൂടെ നിന്നാൽ അയാള് മടങ്ങിപ്പോകുന്നതുവരെ നബി തങ്ങൾ മടങ്ങിപ്പോകുകയില്ല, പിരിഞ്ഞു പോകുകയില്ല. എന്തൊരു നല്ല സ്വഭാവമാണ്. എന്തെങ്കിലുമൊക്കെ അധികാരം കിട്ടുമ്പോഴേക്ക് അഹങ്കരിക്കുന്നവരില്ലേ, പൊങ്ങച്ചം കാണിക്കുന്നവരില്ലേ, നബി തങ്ങളുടെ സ്വഭാവമാണ്. ഒരു സ്വഹാബി ആരെങ്കിലും ഒരാൾ തന്റെ കൂടെ നിന്നാൽ അയാൾ പിരിഞ്ഞു പോകുന്നതുവരെ നബി തങ്ങൾ പിരിഞ്ഞു പോകുകയില്ല. എന്നിട്ടോ ഫതനാവലയതഹു നാവലഹാ ഇയ്യാ, ആരെങ്കിലും നബി തങ്ങൾക്ക് കൈ കൊടുത്താൽ അയാള് കൈവലിക്കുന്നതുവരെ നബി തങ്ങൾ കൈ വലിക്കുകയില്ല. നമ്മൾ ഒരാൾക്ക് കൈ തന്നെ കൊടുക്കുകയില്ല. കൊടുത്താൽ അങ്ങ് എത്തുമ്പോഴേക്ക് വലിച്ചു കളയും. ഇതല്ലേ നമ്മുടെ സ്വഭാവം. നമ്മൾ അഹങ്കാരികളാണ്. അഷ്റഫുൽ ഖൽഖ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ആർക്കെങ്കിലും തന്റെ കൈ കൊടുത്താൽ അയാൾ എപ്പോഴാണോ ആ കൈ വലിക്കുന്നത് അതുവരെ തങ്ങൾ അങ്ങനെ പിടിച്ചു നിൽക്കും. ഇത് നമ്മൾ കൊടുക്കുന്നില്ല, കൊടുത്താൽ അങ്ങ് എത്തിയില്ല. ഏതുപോലെ ജുമുഅന്റെ 2ാം സലാം വീട്ടുമ്പോ ചിലർ റോട്ടിലെത്തിണ്ടാവും അറിയില്ലേ, അതേപോലെ അഷ്റഫുൽ ഖൽഖിന്റെ സ്വഭാവം അങ്ങനല്ല. തങ്ങളെ സ്നേഹിക്കുന്നതിന്റെ ഏറ്റവും പ്രധാന അടയാളം തങ്ങളെ സ്വഭാവത്തെ അനുകരിക്കുക എന്നുള്ളതാണ്. ആദ്യം ഒരാളെ കണ്ടാൽ സലാം പറയാൻ പഠിക്കുക, കൈ കൊടുക്കാൻ പഠിക്കുക. അഷ്റഫുൽ ഖൽഖിന്റെ സ്വഭാവം നേരത്തെ ഞാൻ പറഞ്ഞില്ലേ, യബ്ദുറു മൻ ലഖിയഹു ബിസ്സലാം. ഒരാളെ കണ്ടാൽ അങ്ങോട്ട് സലാം, അസ്സലാമു അലൈക്കും. അത് സ്നേഹമുണ്ടാകാനുള്ള ഒരു വഴിയാണ്. ഉമ്മത്തിന് പഠിപ്പിക്കുകയാണ്. അങ്ങനെ അയാൾക്ക് കൈ കൊടുത്താലോ മുസ്വാഫഹത്ത് ചെയ്ത എന്താ ഗുണം? അത് സ്ത്രീകൾക്ക് കൈ കൊടുക്കണം, അന്യപുരുഷന്മാർക്ക് കൈ കൊടുക്കണ്ട. സ്ത്രീകൾ അന്യപുരുഷന്മാർക്ക് സലാം പറയൽ ഹറാമാണ്, അന്യപുരുഷന് സലാം മടക്കലും ഹറാമാണ്. കാണാൻ ഭംഗിയുള്ള സുന്ദരികളായ മുസ്തഹാത്തുകളായ സ്ത്രീകളെ മസ്അല അങ്ങനെയാണ്. അത് ഫോണിൽ കൂടെ ആണെങ്കിലും എഴുത്തിലൂടെങ്കിലും ഒക്കെ അങ്ങനെ തന്നെ മസ്അല. പുരുഷന്മാർ അന്യ സ്ത്രീകളോട് സലാം പറയലും അവരെ സലാം മടക്കലും കറാഹത്താണ്. ഇബ്നു ഹജർ തങ്ങൾ തുഹ്ഫയിൽ എഴുതിയിട്ടുണ്ട്. അത് സാന്ദർഭികമായി പറഞ്ഞതാ. അപ്പൊ ഒരാൾക്ക് സലാം പറയുക, സലാം പറഞ്ഞ് കൈ കൊടുക്കുക. കൈ കൊടുത്താനുള്ള നേട്ടം എന്താന്ന് പറയും? ഈ മരത്തിലെ ഇലകൾ ഇങ്ങനെ കൊഴിഞ്ഞു വീഴും പോലെ ദോഷങ്ങൾ അങ്ങനെ കൊഴിഞ്ഞു പോകുന്നതാണ്. അങ്ങനെ ദോഷങ്ങൾ കൊഴിക്കുന്ന കുറെ കാര്യങ്ങളുണ്ട്. നമ്മളതൊക്കെ നിസ്സാരവൽക്കരിക്കുകയാണ്. ഇപ്പൊ ഉളു എന്ന് പറഞ്ഞാൽ എന്താ? ഉളുവിന്റെ ഓരോ അവയവങ്ങൾ കഴുകുമ്പോഴും അതുകൊണ്ട് ചെയ്ത ചെറുദോഷങ്ങൾ അങ്ങനെ ഒലിച്ചു പോവുകയാണ്. പള്ളിയിലേക്കുള്ള ചവിട്ടടി വർദ്ധിക്കുന്നതനുസരിച്ച് അയാൾക്ക് പ്രതിഫലം കൂടുകയാണ്, അയാളെ ദോഷങ്ങൾ പൊറുക്കുകയാണ്. ഒരു സ്വഹാബി, അയാളെ വീട് മദീനത്തെ പള്ളിയുമായിട്ട് കുറെ അകലെയായിരുന്നു. അയാൾ ആ വീട് പള്ളിയുടെ ചാരേക്ക് മാറ്റാൻ തീരുമാനിച്ചു. നബി തങ്ങൾ പറഞ്ഞു, ദിയാറക്കും തുക്തബ് ആസാറുക്കും. മാറ്റണ്ട, അവിടെ നിൽക്കട്ടെ. അവിടെ നിന്നാൽ എത്ര ദൂരം കണ്ട് പള്ളിയിലേക്കുള്ള ചവിട്ടടി കൂടുന്നുവോ അതിനൊക്കെ പ്രതിഫലം ലഭിക്കും, പാപങ്ങൾ പൊറുക്കപ്പെടും.
അപ്പോ എന്താ പറഞ്ഞത്? അഷ്റഫുൽ ഖൽഖ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ഒരാൾക്ക് കൈ കൊടുത്താൽ അയാൾ കൈവലിക്കുന്നതുവരെ കൈവലിക്കാറില്ല, തീർന്നില്ല. ഒരു സ്വഹാബി കണ്ടുമുട്ടി എന്തെങ്കിലുമൊക്കെ സ്വകാര്യം നബി തങ്ങളോട് പറഞ്ഞാൽ അയാൾ തലവലിക്കുന്നതുവരെ നബി തങ്ങൾ തലവലിക്കുകയില്ല. പറഞ്ഞ് പൂർത്തീകരിക്കാൻ സമയം കൊടുക്കും, എന്നിട്ട് അയാൾ തലവലിക്കട്ടെ, അതുവരെ തങ്ങൾ അവിടെ ഇരിക്കും. നബി തങ്ങളുടെ സ്വഭാവമാണ്. പലപ്പോഴും ഇഖാമത്ത് കൊടുത്ത് മിഹ്റാബിലേക്ക് അങ്ങ് കയറാൻ നേരത്തായിരിക്കും ഏതെങ്കിലൊക്കെ സാധുക്കൾ എന്തെങ്കിലൊക്കെ കാര്യങ്ങൾ പറഞ്ഞു വരിക, നിക്കാഹിന്റെ ഡേറ്റോ സമയമൊക്കെ ചോദിച്ചു വരിക. ഉദാഹരണം, തങ്ങൾ അവിടെ അത് പറഞ്ഞു കൊടുത്തിട്ടേ കയറുള്ളൂ. മസ്അല അങ്ങനെയാണോ അല്ലേ വേറെ വിഷയം. തങ്ങളുടെ സ്വഭാവമാണ്. മദീന ഇമാം മുസ്ലിം റളിയല്ലാഹു അൻഹു സ്വഹീഹിൽ ഉദ്ധരിച്ച ഹദീസിൽ കാണാം, മദീനത്തെ പള്ളിയിൽ നല്ല തണുപ്പുള്ള പുലരി, നല്ല തണുപ്പുള്ള പ്രഭാതം. നബി തങ്ങൾ നിസ്കാരം കഴിഞ്ഞ് പുറത്തിറങ്ങുമ്പോഴേക്ക് ആ മദീനയിലെ സാധുക്കളായ ആളുകൾ ഒരു പാത്രം വെള്ളവും പിടിച്ചവർ പള്ളിയുടെ സമീപം വരും. എന്തിനു വേണ്ടി? ആ പാത്രത്തിൽ തങ്ങൾ അവിടുത്തെ തൃക്കരമൊന്ന് മുക്കണം. അത് ബറക്കത്തുള്ള വെള്ളമാണ്, അത് കുടിച്ചാൽ രോഗങ്ങൾക്ക് ശമനമുണ്ട്. നല്ല തണുത്തുറച്ച പ്രഭാതമായിരിക്കും. ഓരോരുത്തരും ഓരോ പാത്രം വെള്ളവുമായിട്ട് വരും. മുസ്ലിമിന്റെ ഹദീസാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഓരോ പാത്രത്തിലും തന്റെ കൈ മുക്കും. നമ്മളാണെങ്കിൽ എന്താ പറയാ, എല്ലാം കൂടി ഒരു ചെമ്പയിലേക്കും കൊഴിച്ചോളൂ, ഞാൻ ഒന്നിൽ മുക്കി തരാന്ന് പറയും. എന്നാൽ ഇത് മുക്കിക്കൊണ്ടേക്കുള്ളൂ എന്നല്ലേ പറയാ. അഷ്റഫുൽ ഖൽഖ് അങ്ങനല്ല, ഓരോരുത്തരെയും പരിഗണിച്ച് ഓരോ പാത്രത്തിലും കൈമുക്കി. ഇമാം നബവി റളിയല്ലാഹു അൻഹു അതൊക്കെ എഴുതിയിട്ടുണ്ട്. ഇതൊക്കെയാണ് തങ്ങളുടെ സ്വഭാവം. അപ്പൊ ഈ സ്വഭാവം നമ്മൾ അനുകരിക്കണം. ഒരാളെ കണ്ട സലാം പറയണം, അയാൾക്ക് കൈ കൊടുക്കണം, കൊടുക്കാൻ ഒഴിവില്ലാതെ നമ്മൾ കൈവലിക്കരുത്. ഒരാൾ എന്തെങ്കിലുമൊക്കെ കാര്യമെന്ന് പറയുമ്പോൾ അത് കേൾക്കാനുള്ള ഒരു സൗകര്യവും സന്മനസ്സൊക്കെ കാണിക്കണം. അയാൾ പറഞ്ഞു തീരട്ടെ. ഏതും അങ്ങനെ തന്നെ. ഒരു കാര്യം പറയുമ്പോൾ അത് അഷ്റഫുൽ ഖൽഖ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം 3 പ്രാവശ്യം ആവർത്തിക്കും. അതെന്തിനു വേണ്ടി? ഈ ശ്രോതാക്കൾ വേണ്ട പോലെ ഗ്രഹിക്കാൻ വേണ്ടി കിട്ടാം. 3 പ്രാവശ്യം ആവർത്തിക്കും. ഹദീസിൽ കാണാം. അപ്പൊ അനസ് റളിയല്ലാഹു അൻഹുവിന്റെ മൊഴിയാണ്. തീർന്നില്ല. മദീനയിൽ ബുദ്ധി സ്ഥിരതയില്ലാത്ത ചില സ്ത്രീകളുണ്ട്. ബുദ്ധിക്ക് സ്ഥിരതയില്ലാത്ത, തലക്ക് വെളിവില്ലാത്ത, വേണ്ട പോലെ ബുദ്ധി വളർച്ചയില്ലാത്ത ചില പെണ്ണുങ്ങളുണ്ട്. അവര് പറയും, യാ റസൂലല്ലാഹ്, നിങ്ങളെ കൊണ്ട് ഞങ്ങൾക്ക് ചില ആവശ്യങ്ങളുണ്ട്. അവര് നബി തങ്ങളെ കൈപിടിച്ചങ്ങനെ നടക്കും. അവരെ ആവശ്യങ്ങൾ കഴിയുവോളം എതിരു പറയില്ല, തടസ്സം പറയില്ല. ആവശ്യം കഴിയുവോളം തങ്ങൾ കൂടെ പോകുന്നതാണ്. ഇതൊക്കെ ഇമാമുകൾ എഴുതുകയാണ്. എന്റെ കയ്യിലുള്ള ഈ ചെറിയ ഖുറാസ ഒരു 5 വർഷം മുമ്പ് നബി തങ്ങളുടെ സ്വഭാവം മാത്രം ഞാൻ എഴുതിയതാണ്. എത്രയുണ്ട് ഇത് തന്നെ പറയാൻ. 10 ദിവസം വഅദ് പറഞ്ഞാലും തീരാത്ത വിധം വിഷയങ്ങൾ എന്റെ കയ്യിലുള്ള കിതാബിലുണ്ട്. നബി തങ്ങളുടെ സ്വഭാവം മാത്രം പറയാൻ കിതാബാണ് എഴുതിയിരിക്കുകയാണ്. ആയോ വഅദൊന്നും ഇങ്ങനെ മൂർച്ഛിച്ച് ഒരു പഴപ്പം നിർത്താൻ പറയുന്നത്. ഇപ്പൊ നമ്മളെ സ്ത്രീകൾക്ക് ആവശ്യമായ കുറച്ച് കാര്യങ്ങൾ പറയാണ്ട് ഇവിടെ. അതെന്താ? അഷ്റഫുൽ ഖൽഖ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഭാര്യമാരോട് ഏറ്റവും സുന്ദരമായ രീതിയിൽ വർത്തിച്ചിരുന്ന ആളായിരുന്നു. നേരത്തെ പറഞ്ഞ പോലെ പല ആളുകളും ഞാൻ എന്താ എന്റെ റൂട്ട് ഇത് നിങ്ങൾക്ക് ആർക്കെങ്കിലും അറിയോ? നല്ല വെള്ള വസ്ത്രമൊക്കെ ധരിച്ച് തലയെക്കെട്ടും കെട്ടി നിൽക്കുന്നുണ്ട് എന്നല്ലാതെ എന്റെ കുടുംബത്തിലെ സ്വഭാവം എന്താണ്? വീടകത്തെ സ്വഭാവം എന്താ? പലരും പുറത്ത് നല്ല സൗമ്യരും നല്ല ഉഷാറായിരിക്കും. വീട്ടകത്ത് ചെന്നാലോ വീട്ടിൽ ചെന്നാലോ ചീറ്റപ്പുലിയായിരിക്കും. ഭാര്യയോടും മക്കളോടും കുടുംബക്കാരോടുമൊക്കെ വളരെ മോശമായ രീതിയിലുള്ള പെരുമാറ്റമായിരിക്കും. ഖലീഫ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു ഏറ്റവും വലിയ ധീരനല്ലേ? മഹാനവറുകളുടെ വീട്ടിലേക്ക് ഒരിക്കൽ മഹാനവറുകളുടെ കീഴിൽ ജോലി ചെയ്യുന്ന ഒരു ഉദ്യോഗസ്ഥൻ കടന്നു ചെന്നു. അപ്പൊ എന്താ ഉമർ എന്നവര് കാണിക്കുന്നത്? ഉമർ എന്നവർ ഇങ്ങനെ മലർന്നു കിടക്കുകയാണ്. മഹാനവറുകളെ ഈ വയറിന്മേൽ പള്ളക്കുമേൽ ചെറിയ കുട്ടികൾ ഇങ്ങനെ കയറിയിരുന്ന് കളിക്കുന്നുണ്ട്. ഇയാൾ എന്ത് പണിയാണ് ഈ ചെയ്യുന്നത്? ഒരു ഭരണാധികാരിയല്ലേ നിങ്ങൾ? അപ്പോ ചോദിച്ചു, നിങ്ങൾ എങ്ങനെ വീട്ടിൽ ചെന്നാലും? ഞാൻ വീട്ടിലേക്ക് അങ്ങ് ചെന്നാൽ
ശബ്ദമുണ്ടാക്കുന്നവരൊക്കെ സംസാരിക്കുന്നവരൊക്കെ മൗനികളാകും, വീടകം ശാന്തമാകും. ഓ, നിങ്ങൾ ശരിയാവൂല, നിങ്ങൾ ഇനി മുതൽ ജോലിക്ക് വരണ്ട, പിരിച്ചുവിട്ടു അയാളെ. സ്വന്തം കുടുംബത്തോട് കരുണ കാണിക്കാത്തവൻ ഈ സമുദായത്തോട് എങ്ങനെ കരുണ കാണിക്കും? അഷ്റഫുൽ ഖൽഖ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം കുടുംബജീവിതം, ഇന്നലെ ഇവിടെ പ്രബന്ധത്തിന് വിഷയം നിശ്ചയിച്ചിരുന്നു. കുടുംബജീവിതം എന്താ എഴുതി? അല്ലാഹു അലം. തങ്ങളെ കുടുംബജീവിതം പറയുകയാണെങ്കിൽ എത്ര പറയാണ്ട്. ഖൈറുക്കും ഖൈറുക്കും ലിഅഹ്ലിഹി വഅന ഖൈറുക്കും ലിഅഹ്ലി. നിങ്ങളിൽ ഏറ്റവും ഉത്തമരായ ആളുകൾ നിങ്ങളെ ഭാര്യ സന്താനങ്ങളോട് ഏറ്റവും നല്ല രീതിയിൽ വർത്തിക്കുന്നവരാണ്. ആയിഷ റളിയല്ലാഹു അൻഹ പറയുന്നുണ്ട്, ഞാൻ ഇൻഷാ അല്ലാഹ് കുട്ടികളൊക്കെ ഉറങ്ങാൻ തുടങ്ങിയിട്ടുണ്ട്. ശരി തന്നെയാണ്, നമുക്ക് നാളെ സുബഹിക്ക് എഴുന്നേറ്റ് മൗലൂദ് ഓതാനുള്ളതല്ലേ. ഇൻഷാ അല്ലാഹ് പിന്നെ പറയാ. സ്ത്രീകളോട് പറയാനുള്ളത്, എല്ലാ രണ്ടാഴ്ചയിലും ചൊവ്വാഴ്ച നമ്മുടെ പള്ളിയിൽ വെച്ച് ക്ലാസ് നടക്കാറുണ്ട്. അഷ്റഫുൽ ഖൽഖ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുമായി ബന്ധപ്പെട്ട വിഷയങ്ങളൊക്കെ ഞാൻ അവിടെ വിശദമായി പറയാറുണ്ട്. ഈ പറഞ്ഞതിന്റെ ബാക്കിയും മറ്റു വിഷയങ്ങളൊക്കെ അവിടെ നടക്കുന്ന ക്ലാസ്സിലുണ്ടാകും. അപ്പൊ ആ ക്ലാസ്സിലൊക്കെ എന്ത് ചെയ്യുക, എല്ലാവരും സംബന്ധിക്കുക. ഇവിടുത്തെ സ്ത്രീകൾക്ക് അങ്ങോട്ട് വരാൻ കഴിയാത്തതുകൊണ്ടൊന്നും അറിയില്ല, ആളുകൾ അപേക്ഷകായി കുറവാണ്. എല്ലാവരും ആ സദസ്സൊക്കെ ഉപയോഗപ്പെടുത്തണം. തങ്ങളെക്കുറിച്ച് പഠിക്കാനും കേൾക്കാനും ഒക്കെ ഒരു അവസരം ഉണ്ടായിട്ട് അത് നഷ്ടപ്പെടുത്തുക പറഞ്ഞാൽ ശരിയല്ലല്ലോ. പിന്നെ നാളെ രാവിലെ നമുക്ക് റാലി നടത്തണം. അപ്പോൾ ആ റാലിക്ക് വരുന്ന സമയത്ത് പുരുഷന്മാരൊക്കെ, ഞാനതൊക്കെ നിൽക്കുന്ന സ്ഥലത്ത് വെടിപ്പായി പറയാറുണ്ട്. റബീഉൽ അവ്വലിനൊക്കെ പുതിയ ഡ്രസ്സ് എടുത്ത് ആ മൗലിദിന്റെ സമയത്ത് നല്ല വസ്ത്രമൊക്കെ ധരിച്ച്, എത്രത്തോളം മികപ്പിച്ചു പറഞ്ഞാൽ അടിവസ്ത്രം വരെ പുതിയത് ധരിച്ചിട്ട് തങ്ങളെ വരവേ തങ്ങൾ പിറവി കൊണ്ട് ആ സമയത്ത് മൗലിദിന് വരാനാ പറയാറുള്ളത്. അപ്പൊ നാളെ റാലിക്ക് വരുമ്പോൾ പുരുഷന്മാരൊക്കെ നല്ല വസ്ത്രം, വെള്ള വസ്ത്രം ധരിച്ച് പങ്കെടുക്കാൻ ശ്രമിക്കണം. അല്ലാഹു സുബ്ഹാനഹു വ തആല അവൻ പൊരുത്തപ്പെടുന്ന രീതിയിൽ